വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവയില അഥവാ മേത്തി ഇല വെച്ച് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ പറ്റിയ മേത്തി പറാത്തയും തേങ്ങ വറുത്ത് വെച്ച സ്റ്റീംഡ് എഗ് കറിയുമാണ്. ആദ്യം ഇഡ്ഡലി സ്റ്റാൻഡിൽ 6 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലോട്ട് അല്പം ഉപ്പും കുരുമുളക് പൊടിയും വറ്റൽമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇത് സ്റ്റീമറിലോട്ട് ഇറക്കി വെച്ച് 7 മിനിറ്റ് വേവിച്ചെടുക്കുക. അതേസമയം മൺചട്ടി വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 3 സവാളയും 3 തക്കാളിയും 3 പച്ചമുളകും ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് നല്ലവണ്ണം വഴറ്റി മസാലപ്പൊടികളായ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും എഗ്ഗ് സ്റ്റീംഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഇടാം. മുട്ട ഉടയാൻ പാടില്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 2 മിനിറ്റ് അടച്ച് വേവിക്കാം. വറുത്തരച്ച തേങ്ങ ഒഴിക്കാം. ഈ വറുത്തരച്ച തേങ്ങയിലോട്ട് അല്പം ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇനി ഇതൊന്ന് തിള വന്നതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കുക. മേത്തിയില ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമേ കറിയിലോട്ട് ചേർക്കാവൂ. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവുകയുള്ളൂ. മുട്ടയൊക്കെ ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കാം. ഓപ്ഷണലാണ്. താളിക്കാതെ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് കോംബോ ആയി മേത്തി പറാത്ത തയ്യാറാക്കാം. 250 ml കപ്പ് വെച്ച് 4 കപ്പ് ആട്ടപ്പൊടി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മേത്തിയില, 1 ടേബിൾ സ്പൂൺ നെയ്യ് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇനി അല്പം ഓയിൽ തടവി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് ആക്കി മാറ്റാം.
ഇതൊന്ന് പൊടിയിൽ തട്ടി പരത്തിയെടുക്കാം. എല്ലാ പറാത്തയും പരത്തി വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ആക്കിയതാണിത്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പറാത്ത ഓരോന്നും ചുട്ടെടുക്കാം. ചെറിയ ഫ്ലെയിം ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടെ നമ്മുടെ രുചികരമായ മേത്തി പറാത്തയും വറുത്തരച്ച സ്റ്റീംഡ് എഗ്ഗ് കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു ഡിഷാണിത്. മുട്ട പുഴുങ്ങി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും സ്റ്റീം ചെയ്ത് കറി തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.